ഹലോ, ഞാനിന്ന് വീട്ടിൽ നിന്ന് കുറേ മുളകൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് എന്താ ചെയ്തേ എന്നുള്ള കഥ കാണിച്ചില്ലല്ലോ. അപ്പോൾ അതാണ് കേട്ടോ സംഭവം. ഇന്നത്തെ വീഡിയോ അതാണേ. അപ്പോൾ അമ്മയും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൈരിൽ ഉപ്പിട്ട് പിന്നെ മുളകൊക്കെ സൈഡിലിരിക്കണമെന്ന് കുറേ പേർക്കൊക്കെ ഐഡിയ കിട്ടിയിട്ടില്ലേ, മുളക് കൊണ്ടാട്ടമാണ് കേട്ടോ. ഇന്നത്തെ കടകളിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഉള്ളിൽ ഉപ്പും കല്ല് വാരിയിട്ട കൊണ്ടാട്ടമല്ല. ഇതിങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കൊണ്ടാട്ടം വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം മുളകിന് തുളയിടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് തൈരിൽ ഉപ്പിട്ട ശേഷം അതിലേക്ക് ഇങ്ങനെ മുക്കി ഒരു നൈറ്റ് മൊത്തം നമ്മൾ വയ്ക്കുക. പിറ്റേന്ന് അതിൽ നിന്ന് കോരിയെടുത്തിട്ട് വെയിൽ കൊണ്ട് ഉണക്കാൻ വയ്ക്കുക. നമുക്ക് പണ്ട് പച്ചക്കറി കട ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഉണ്ടമുളക് എടുത്തിട്ട് ഇതേപോലെ സ്വന്തമായി ചെയ്ത് നമ്മുടെ എന്താ പറയുക, ഒരു കൊണ്ടാട്ടം മുളകിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതപ്പോൾ ഉണങ്ങി വന്ന ഒരു കോലമാണ് കേട്ടോ, ഒരു ദിവസത്തെ ഉണക്ക്. അത് എന്നിട്ട് തിരികെ നമ്മൾ ആ തൈരിലേക്ക് ഇടണം. അത് പിന്നെ ഒരു രാത്രി മൊത്തം വീണ്ടും ഈ തൈരിൽ തന്നെ കിടക്കണം. അപ്പോൾ നമുക്ക് ഉപ്പ് പാകത്തിനാണോ എന്ന് ഈ തൈര് തൊട്ട് നോക്കുമ്പോൾ അറിയാം കേട്ടോ. അല്ല, ഉപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിടണം. അങ്ങനെ ഇത് കുറേ എന്താ പറയുക, കുറച്ച് ദിവസങ്ങൾ എത്തുമ്പോൾ, കുറേ ദിവസങ്ങളല്ല, കുറച്ച് ദിവസങ്ങൾ ഇതുപോലെ എന്താ പറയുക, പകൽ ഉണക്കാൻ വയ്ക്കുക. വൈകുന്നേരം ആകുമ്പോൾ അതെടുത്ത് ആ തൈരിലേക്ക് ഇടാം. എന്നിട്ട് ഈ തൈര് തീരുന്നതാണ് കേട്ടോ കണക്ക്. അപ്പോൾ ഉണങ്ങി അത്രയും തിരിച്ച് തൈരിലേക്ക് ചെല്ലുമ്പോൾ ആ തൈര് കുടിച്ച് വീർക്കും. പിറ്റേന്ന് നമ്മളതെടുത്ത് ഉണക്കാൻ വയ്ക്കും. അങ്ങനെ ഈ തൈരിൻ്റെ സത്ത് മൊത്തം ഉപ്പും എല്ലാം ഇതിലേക്ക് നന്നായി പിടിക്കും. അതാണ് കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കൊണ്ടാട്ടം മുളക് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ മുളകല്ല എന്നുണ്ടെങ്കിൽ പോലും കടയിൽ നിന്ന് നമ്മൾ സാധാരണ കൊണ്ടാട്ടം മുളക് വാങ്ങുന്ന ആ ഒരു പച്ച കളർ മുളകില്ലേ, കൊണ്ടാട്ടം മുളക് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? അതിൻ്റെ ആ ഒരു ഉണ്ട പച്ചമുളകില്ലേ, അത് വാങ്ങിയിട്ടായാലും ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ പ്രൊഡക്റ്റ്. താങ്ക്